വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ പ്രധാനമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകം പ്രസംഗങ്ങൾ ആഴ്ചതോറും അദ്ദേഹം നടത്തുന്നുണ്ട്. ഞാൻ ഡിസംബർ മാസം പകുതിയോടെ മാർപ്പാപ്പ നടത്തിയ ഒരു പ്രസംഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് കഴിഞ്ഞ കുറേ കാലമായി, മാസങ്ങളായി അപ്പസ്തോലിക ഔത്സികത്തെക്കുറിച്ച്, പ്രേക്ഷിത ഔത്സികത്തെക്കുറിച്ച്, അത് നമുക്കറിയാം ക്രൈസ്തവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതേക്കുറിച്ചുള്ള ചിന്തകളാണ് ബുധനാഴ്ചകളിൽ വെനസ്ഡേ കാറ്റക്കസിസ് എന്നറിയപ്പെടുന്ന ആ പ്രബോധന പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രസംഗം, കൃത്യം ഡേറ്റ് പറഞ്ഞാൽ മാർപ്പാപ്പ നവംബർ 29 അവതരിപ്പിച്ച ഒരു പ്രസംഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാരണം ഇത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെ അത് ഓർമ്മിപ്പിക്കുന്നതാണ്. മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിച്ച കാര്യം, ഒരുവന് തൻ്റെ സ്വന്തം കാലഘട്ടത്തിലെ സംസ്കാരത്തിൽ അധിവസിക്കുന്നതിലൂടെ മാത്രമേ ഈശോയെ പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നാം ജീവിക്കുന്ന സംസ്കാരത്തിൽ അതിനെ മനസ്സിലാക്കി വേണം സുവിശേഷം പ്രസംഗിക്കാൻ, അവതരിപ്പിക്കാൻ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞ് വയ്ക്കുന്നത്. പോളറാമൻ ഹാളിൽ, നമുക്കറിയാം വത്തിക്കാനിലെ വേനൽക്കാലത്തെല്ലാം വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്, ചത്തുരത്തിലാണ് മാർപ്പാപ്പ ഓഡിയൻസ് നടത്തുന്നത്. പക്ഷേ തണുപ്പ് കാലമാണ് ഇപ്പോൾ, നവംബർ ഡിസംബർ മാസങ്ങൾ തണുപ്പ് കാലമാണ്, പുറത്ത് അത് സാധിക്കില്ല. അപ്പോൾ പോൾ ആറാമൻ്റെ പേരിലുള്ള വലിയ ഹാളിലാണ് ഈ സമ്മേളനം നടത്തിയത്, ഈ ഓഡിയൻസ് നടത്തിയത്. മാർപ്പാപ്പ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയം തന്നെയാണ് തുടർന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ ഞാൻ പരിഭാഷപ്പെടുത്തുമ്പോൾ അന്ന് ഇത് അവതരിപ്പിച്ചത് വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ഒരു വക്താവാണ്, മോൺസിഞ്ഞോർ ഫിലിപ്പോ ചിയമ്പനല്ലി എന്ന് പറയുന്ന മോൺസിഞ്ഞോറാണ് അത് അവതരിപ്പിച്ചത്. കാരണം മാർപ്പാപ്പയ്ക്ക് ആ നാളുകളിൽ ശ്വാസകോശ സംബന്ധമായ ഒരു അണുബാധ ഉണ്ടാവുകയും സംസാരിക്കുന്നതിന് പ്രയാസം വരികയും ചെയ്തു. ഉപസംഹാരമായി ഏതാനും വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. മുഖ്യ പ്രഭാഷണം മാർപ്പാപ്പയുടേത് നടത്തിയത് ഈ മോൺസിഞ്ഞോറാണ്. പക്ഷെ മാർപ്പാപ്പ എഴുതി തയ്യാറാക്കിയ പ്രസംഗം തന്നെയാണ്. നമുക്ക് അത് കേൾക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും തവണയായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രൈസ്തവ പ്രഘോഷണം ആനന്ദപ്രദമാണ് എന്ന ഒരു കാര്യം. അതുപോലെ ക്രൈസ്തവ പ്രഘോഷണം, സുവിശേഷ പ്രഘോഷണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പേർക്ക് വേണ്ടിയുള്ളതല്ല, കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്ന കാര്യം മാർപ്പാപ്പ പറയുകയുണ്ടായി. മറ്റൊരാശയം പറഞ്ഞത്, അതാണ് ഇന്ന് പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞത്, ഈ സുവിശേഷ പ്രഘോഷണം ഇന്നത്തേക്ക് ഉള്ളതാണ്, ഈ കാലഘട്ടത്തിലേക്കുള്ളതാണ് എന്ന ആശയമാണ്. മാർപ്പാപ്പ തുടങ്ങുകയാണ്, മോശം കാര്യങ്ങൾ പറയുന്നത് ഒരുവൻ ദിവസവും കേൾക്കാറുണ്ട്. എല്ലാവരും കൂടുതൽ കുറ്റമല്ലേ പറയുന്നത്, ദോഷകമായ കാര്യങ്ങളാണ് നന്മയേക്കാൾ എന്ന് തീർച്ചയായും നമ്മൾ കേൾക്കുന്ന യുദ്ധങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ലോകവ്യാപകമായ അനീതി, കുടിയേറ്റം, കുടുംബത്തിലും പ്രത്യാശയിലുമുള്ള പ്രതിസന്ധികൾ, ഈ കാരണങ്ങളാലൊക്കെ ഉത്കണ്ഠയുടെ കാരണങ്ങൾക്ക് കുറവില്ല. ഇതെല്ലാം നമ്മളെ കുറേയൊക്കെ നെഗറ്റീവായ ആളുകളായി, നെഗറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് മാർപ്പാപ്പ ആദ്യമേ പറഞ്ഞു വയ്ക്കുകയാണ്. പൊതുവെ പറഞ്ഞാൽ മാർപ്പാപ്പ പറയുന്നു, സകലതിനും ഉപരിയായി വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്ന,
സാങ്കേതിക വിദ്യയെ സകലത്തിൻ്റെയും മധ്യത്തിൽ സ്ഥാപിക്കുന്ന ഒരു സംസ്കാരത്തിൽ അധിവസിക്കപ്പെടുന്നതാണ് വർത്തമാനകാലം എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയ അപകടമായി ആയി മാർപ്പാപ്പ എടുത്തു കാട്ടുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, സകലതിന് ഉപരിയായി വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്നു. വ്യക്തിഗത വാദം എന്ന് പറയുന്ന ഇൻഡിവിഡ്വലിസ്റ്റിക് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, സാങ്കേതിക വിദ്യയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന, അതിനാൽ നയിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതെല്ലാം കേന്ദ്രമായി തീരുന്നു. അപ്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി ഉണ്ടാകേണ്ട മൂല്യവ്യവസ്ഥിതിക്ക് അപകടമുണ്ടാകുന്നു. അതാണ് മാർപ്പാപ്പ പറയാൻ ആഗ്രഹിക്കുന്നത്. അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് അനേകം മേഖലകളിൽ സൃഷ്ടിച്ച അപാരമായ മുന്നേറ്റങ്ങൾ എന്നിവയുള്ള സാങ്കേതിക വിദ്യയാണ് ഇന്ന് ഉള്ളത്. പക്ഷെ അതേസമയം സാങ്കേതിക വിദ്യ വ്യക്തിഗത വളർച്ചയുടെ ഒരു സംസ്കാരം, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഊന്നിപ്പറയൽ, അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് കൊടുക്കുന്ന അമിതമായ ഊന്നൽ. അത് വരുന്നത് എനിക്കെന്തും ചെയ്യാം, ഞാൻ സ്വതന്ത്രനായ വ്യക്തിയാണ്, എനിക്കെന്തും ചെയ്യാം. അപ്പോൾ അതിനെ നയിക്കേണ്ട മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ വ്യക്തിഗതവാദത്തിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നീ ആരാടാ ചോദിക്കാൻ എന്ന് വെല്ലുവിളിക്കുന്ന ഒരു നിലപാടിലേക്കാണ് അത് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. മാർപ്പാപ്പന്മാർ തങ്ങളുടെ ലേഖനങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ജാഗ്രത പുലർത്തേണ്ട കാര്യവും നമ്മോട് പറയുന്നുണ്ട്. സ്വയം പരിധി നിശ്ചയിക്കാൻ ആഗ്രഹിക്കാത്ത, പിന്നിലായി പോകുന്നവരോട് താല്പര്യമില്ലായ്മ കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പാപ്പ അടിവരയിട്ട് പറയുകയാണ്. ഒരു പരിധിയുമില്ലാതെ എന്തും ചെയ്യുന്ന സ്വാതന്ത്ര്യം. നമുക്കറിയാം, ചില കാര്യങ്ങളിൽ നമ്മൾ പരിമിതി വെച്ചേ പറ്റൂ. പലപ്പോഴും ഒരു ഉദാഹരണം വലിയൊരു എഴുത്തുകാരൻ, ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. കൈയാട്ടി നടക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നടക്കുന്ന എല്ലാം കൈയാട്ടിക്കൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ ബാലൻസ് കീപ്പപ്പ് ചെയ്യാൻ ആവശ്യമാണ്. വേറെ ആൾക്കും എന്നോട് പറയാൻ പറ്റില്ല, അച്ഛൻ കൈയാട്ടി നടക്കരുത്, ചുമ്മാ അറ്റൻഷൻ പൊസിഷനിൽ നടന്നു പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പരിമിതിയുണ്ട് എനിക്ക് കൈയാട്ടുന്നു. ഞാൻ കൈയാട്ടുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെ മൂക്ക് അവിടെ ഉണ്ടാകണം. മൂക്ക് തട്ടിക്കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതൊരു പരിമിതിപ്പെടുത്തുകയാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തിനൊരു പരിമിതിയുണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം. മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എന്നെപ്പോലെ തന്നെ. എല്ലാം അങ്ങോട്ട് തോന്നിവാസം നടത്തിയാൽ നമുക്കറിയാം അതൊരു അസ്വസ്ഥതയും അലങ്കോലവുമായി മാറുമെന്നതിനെ സൂചിപ്പിക്കാനാണ് പാപ്പ ഇത് പറയുന്നത്. ഇന്നത്തെ പ്രശ്നം അതാണ്. എന്തും ചെയ്യും, എന്തും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞങ്ങൾ എന്തും അതിനെ എതിർക്കുമെന്ന് പറയുന്ന നിലപാടുകളാണിത്. അമിതമായ സ്വാതന്ത്ര്യവാദം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ, താഴേക്കടയിൽ കിടക്കുന്ന ആളുകളുടെ താല്പര്യങ്ങളോട് നമുക്ക് ഒരു ബലഹീനനോട് നമുക്ക് ഒരു ശ്രദ്ധയുമില്ലാതെ വരാനുള്ള ഒരു അപകട സാധ്യത അതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, അതിനാൽ അത് സമ്പദ് വ്യവസ്ഥയുടെ മിക്കപ്പോഴും ആർത്തി പിടിച്ച യുക്തിക്ക് മഹത്തായ മാനവിക താല്പര്യങ്ങളെ കൈമാറുകയാണ്. നമ്മുടെ ആർത്തിക്ക് വേണ്ടി മൂല്യങ്ങൾ മാറ്റി നിർത്തുകയാണ്. അതാണ് ഇവിടുത്തെ നടക്കുന്നത്. മഹത്തായ മാനവിക താല്പര്യങ്ങൾ, മറ്റെല്ലാ പൊതു നന്മകൾ അത് അവഗണിക്കപ്പെടുന്നു. അന്തർലീനമായതിനും അപ്പുറത്തേക്ക് നോക്കാൻ പാടുപെടുന്ന, ഒന്നും ഉൽപ്പാദിപ്പിക്കാത്തവരെ ഒഴിവാക്കുന്ന ഒരു ജീവിത വീക്ഷണത്തോടു കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രായം ചെന്ന ആളുകൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ചെറുപ്പക്കാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അധ്വാനിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റുള്ളവരെ പാഴ്വസ്തുക്കളായി കരുതി അവഗണിക്കാനിടയാകുന്നു. ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്ന
ശരിയായ വീക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് വരുന്ന കാര്യമാണ്. ദൈവസാന്നിധ്യമില്ലാത്ത ഒരു മനുഷ്യ സമൂഹം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചരിത്രത്തിലെ ആദിമ നാഗരികതയിൽ നാം നമ്മെ കണ്ടെത്തുന്നു എന്ന് പറയാം. അപ്പം ഇന്നത്തെ ലോകത്തിൽ അതും പ്രശ്നമാണ്. പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ നാം ദൈവത്തെ വേണ്ട, ദൈവം വേണ്ട, ദൈവമില്ല എന്ന് പറയുന്ന നിലപാടുകൾ എടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. ഇതൊക്കെയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണിത്. തലകറക്കമുളവാക്കുന്ന അമ്പര ചുംബികൾ ഉണ്ടായിട്ടും, നമുക്കറിയാം വലിയ മാളികകൾ കയറുമ്പോൾ എത്രയോ നിലകളുള്ള ഫ്ലാറ്റുകളാണ്, നമ്മുടെ തല കറങ്ങിപ്പോകും എന്ന് മാർപ്പാപ്പ ഉളവാക്കുന്ന അമ്പര ചുംബികൾ ഉണ്ടായിട്ടും തിരശ്ചീനമായി കഴിയുന്ന അവരുടെ മഹാനഗരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമൂഹമാണത്. ദൈവത്തെ നോക്കുന്നില്ല, ദൈവം വേണ്ടെന്ന് പറയുന്നു, മുകളിലേക്ക് നോക്കുന്നത് ദൈവത്തിലേക്കാണ്, എന്നൊക്കറിയാമല്ലോ. അതേസമയം തിരശ്ചീനം സൈഡിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സമൂഹമായി തീർന്നിരിക്കുകയാണ്. ബാബേൽ നഗരത്തിൻ്റെയും അതിൻ്റെ ഗോപുരങ്ങളുടെയും കഥാവിവരണം മനസ്സിലെത്തുന്നു. അപ്പോൾ അവിടെ മാർപ്പാപ്പ ഈ ആശയങ്ങൾ പറഞ്ഞു വന്നപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ബാബേൽ ഗോപുരത്തിൻ്റെ കഥ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സമഷ്ടിയുടെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് സകല വ്യക്തിത്വവും പരിത്യജിക്കുന്നത് ഉൾപ്പെടുന്ന ഒരു സാമൂഹിക പദ്ധതിയാണ് അതിൽ വിവരിക്കുന്നത്. കാര്യക്ഷമതയാണ്. അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വലിയ ലോകം കെട്ടിപ്പടുക്കുന്നു. അതൊരു സാമൂഹിക പദ്ധതിയായി അവിടെ നടപ്പാക്കുകയാണ്. മനുഷ്യരാശി ഒറ്റ ഭാഷ മാത്രം സംസാരിക്കുന്നു. അവിടെ ഒറ്റ ഭാഷയായിരുന്നു. അതിന് ഒരേ ഒരു ചിന്താരീതിയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാവുന്നതാണ്. എല്ലാവർക്കും ഒരേ ഭാഷ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്ന ഒരു രീതി ഓരോരുത്തരുടെയും മൗലികതയെ ഏകീകൃതാവസ്ഥയുടെ ഒരു കുമളയിലേക്ക് ലയിപ്പിക്കുന്ന ഒരു തരം പൊതു മാസ്മരികതയിൽ അത് പൊതിയപ്പെട്ടതുപോലെയാണ് കാണപ്പെട്ടത്. അതാണ് ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ച പ്രശ്നം. അപ്പോൾ ദൈവം ഭാഷകളെ ഭിന്നിപ്പിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അതായത് അവിടുന്ന് വൈവിധ്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. എല്ലാം ഒരുപോലെ പോകണമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വിവിധ ഭാഷകൾ രൂപപ്പെടുന്നത് വ്യത്യസ്തമായ നിലപാടുകൾ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്താണ്. ആശയപരത ഏകത്വം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് ബഹുത്വത്തെ പുനർജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആശയം നമ്മൾ വിചാരിക്കണം, മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റ തരത്തിൽ യൂണിഫോമായി എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം സത്യം എപ്പോഴും സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തതകളെ മാനിക്കാൻ സാധിക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വലിയ തത്വം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഈ നാനാത്വം, വ്യത്യസ്തത, മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി, അനന്യത അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ലോകത്തെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സർവശക്തി എന്ന മിഥ്യാഭ്രമത്തിൽ നിന്ന് കർത്താവ് മനുഷ്യരാശിയെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ബാബേൽ ഗോപുരത്തിൻ്റെ ആ നഗരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച കാര്യം. എല്ലാം ഇങ്ങനെ യൂണിഫോമായി നിർത്താൻ ശ്രമിക്കുന്ന അവസ്ഥയ്ക്ക് എതിരാണത്. അവർ പറഞ്ഞത് ഇതാണല്ലോ. വാചകം 4-ാം വാചകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ജനങ്ങളെന്ന് പറഞ്ഞത് എന്താണ്? ബാബേൽ ഗോപുരം പണിത ആളുകൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ഈ ആകാശം മുട്ടെ ഒരു ഗോപുരമുണ്ടാക്കി നമ്മുടെ പ്രശസ്തി നിലനിർത്താമെന്നാണ്. അതാണ് ഉന്മത്തരായ ബാബേലിലെ നിവാസികൾ പറഞ്ഞത്. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തങ്ങളെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചവരാണ് അവർ. അവരുടെ രീതി അതായിരുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തെ മാറ്റി നിർത്തി തങ്ങളെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവയെല്ലാം അപകടകരമായ, അന്യവൽക്കരിക്കപ്പെടുന്ന, വിനാശകരമായ
ഉൾക്കർഷേച്ഛകളാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുക. അതാണ് സത്യവും. ഈ പ്രതീക്ഷകളെ ആശയക്കുഴപ്പത്തിലാക്കി സുനിശ്ചിതമായ ദുരന്തം തടഞ്ഞ് കർത്താവ് മനുഷ്യരാശിയെ സംരക്ഷിക്കുകയാണ് അവിടെ ചെയ്തത്. ബാബേൽ ഗോപുരത്തിൽ അവരുടെ ഭാഷകളെ ചിതറിപ്പിച്ച് കളഞ്ഞു, ജനങ്ങളെ തന്നെയും ചിതറിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അവരേറ്റെടുത്ത ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പുരോഗതിയിൽ തങ്ങളെ തന്നെ ദൈവമാക്കിക്കൊണ്ട് സർവസ്വതന്ത്രരായി തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുകയാണ് ചെയ്തത്. അതാണ് ബാബേൽ ഗോപുരത്തിൻ്റെ വളരെ വലിയ പ്രസക്തി. കഥ വാസ്തവത്തിൽ വിഷയസംബന്ധിയാണ്. മാർപ്പാപ്പ പറയുന്നു ഇന്നും അത് പ്രസക്തമാണ്. സാഹോദര്യത്തിനും സമാധാനത്തിനും പകരം നിർബന്ധം, മിക്കപ്പോഴും ഉൾക്കർഷേച്ഛ, നല്ലൊരു വാക്കാണ്, പക്ഷേ അത് ദേശീയത, അംഗീകാരം തുടങ്ങിയ ദൈവം അപ്രസക്തവും പ്രയോജനരഹിതവുമാണ് എന്ന ബോധ്യം വളർത്തുന്ന സാങ്കേതിക വിജ്ഞാന സാമ്പത്തിക ഘടനകൾ ഒരുവൻ കൂടുതൽ വിജ്ഞാനം തേടുന്നു എന്നതുകൊണ്ടല്ല, പ്രത്യുത സർവോപരി അത് കൂടുതൽ അധികാരത്തിനു വേണ്ടിയായി തീരുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടമാണ്, പ്രശ്നമാണ്. ഇന്നത്തെ സംസ്കാരത്തിൻ്റെ വലിയ വെല്ലുവിളികളിൽ വ്യാപിച്ചിട്ടുള്ള ഒരു പ്രലോഭനവും ഇതുതന്നെയാണ്. ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചതാണ്, ബാബേൽ നിവാസികളിൽ സംഭവിച്ചത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത് എന്ന് മാർപ്പാപ്പ ഇന്നത്തെ സംസ്കാരത്തെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇവിടെയാണ് മാർപ്പാപ്പ താൻ ആദ്യം എഴുതിയ അപ്പസ്തോലിക ലേഖനം സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ആ രേഖയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ അവയിൽ ചില കാര്യങ്ങൾ വിവരിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അതേപ്പറ്റി നമ്മൾ വേറൊരു പ്രസംഗം ഉടനെ നടത്തും. അതിൻ്റെ 10ാം വാർഷികമായിരുന്നു ഈ കൊല്ലം സുവിശേഷത്തിൻ്റെ ആനന്ദം മാർപ്പാപ്പ എഴുതിയതിൻ്റെ. പ്രത്യേകിച്ച് ആ രേഖയുടെ 52 മുതൽ 75 വരെയുള്ള നമ്പറുകളിൽ മാർപ്പാപ്പ ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അത് ദൈവത്തോടും മറ്റുള്ളവരോടും നമുക്ക് ചുറ്റുമുള്ള ലോകത്തോടും ബന്ധപ്പെടുത്തുന്ന ഈ പുതിയ മാർഗങ്ങളുടെ മേൽ വെളിച്ചം വീശാനും അടിസ്ഥാന മൂല്യങ്ങളെ പ്രചോദിപ്പിക്കാനും കഴിയുന്ന ഒരു സുവിശേഷവൽക്കരണമാണ് ആവശ്യമായിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് എന്ന് പാപ്പ പറയുകയാണ്. എന്താണ്? ദൈവത്തെ മറന്നു കളയുന്ന ഒരു സംസ്കാരം ഒത്തിരി ആളുകളിൽ സംഭവിച്ചിരിക്കുന്നു. ബാബേലിൽ അത് സംഭവിച്ചു. വളർച്ചയുടെ, അറിവിൻ്റെ വളർച്ച, കണ്ടുപിടുത്തങ്ങളുടെ വളർച്ച, സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതെല്ലാം മനുഷ്യരാണ് എല്ലാത്തിനും താൻ പോകുന്നവൻ, ദൈവമല്ല, ദൈവത്തെ കൂടാതെ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് മാർപ്പാപ്പ ഇവിടെ നമ്മോട് പറയുന്നത്. നമ്മുടെ നന്മയ്ക്കുതകുന്ന അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കാനാണ് ഞാൻ ഈ രേഖയിലൂടെ ശ്രദ്ധിച്ചത് എന്ന് നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ വചനത്തെ നമ്മുടെ നഗരങ്ങളുടെ ആന്തരാത്മാവിലേക്ക് ആനയിച്ചുകൊണ്ട് പുതിയ ആഖ്യാനങ്ങളും മാതൃകളും രൂപം കൊള്ളുന്ന ഇടങ്ങളിലൊക്കെ അത് എത്തിച്ചേരണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഒരുവന് തൻ്റെ സ്വന്തം കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൽ അധിവസിച്ചുകൊണ്ട് മാത്രമേ ഈശോയെ പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മറക്കരുത്. നാം ജീവിക്കുന്ന ലോകം ഇങ്ങനെയുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അതിൽ നാം ജീവിക്കുമ്പോൾ അവിടെ തിരുത്തലുണ്ടാകണമെങ്കിൽ ഇത് മനസ്സിലാക്കാതെ പ്രസംഗിച്ചാൽ, അത് സുവിശേഷം അറിയിച്ചാൽ അതെങ്ങും എത്തിപ്പെടില്ല എന്നാണ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതെപ്പോഴും വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമെന്നും പറയുകയാണ്. പൗലോസ് പണ്ടേ അത് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ലെ ഒരു പ്രസിദ്ധമായ വചനമാണിത്. അതുകൊണ്ട് ഭൂതകാലത്തിൽ നിന്നുള്ള പകരം ദർശനങ്ങളുമായി ഇന്ന് തുലനം ചെയ്യേണ്ട ആവശ്യമില്ല. അതാണൊന്ന്.
ആർജിച്ചെടുത്തിട്ടുള്ള മതപരമായ ബോധ്യങ്ങൾ എത്ര സത്യമായാലും കാലം കഴിയും തോറും അമൂർത്തമായി ദുരൂഹമായി തീരുമെന്ന ലളിതമായി ഊന്നിപ്പറയുന്നത് മതിയാവില്ല. ഒരുവൻ ശബ്ദമുയർത്തി പറയുന്നത് കൊണ്ടല്ല ഒരു സത്യം കൂടുതൽ വിശ്വസനീയമായി തീരുന്നത്, പ്രത്യുത അവൻ്റെ ജീവിതം കൊണ്ട് അതിന് സാക്ഷ്യം നൽകുന്നതിലാണ്. അപ്പോൾ പഴയ കാര്യം അതേപടി അങ്ങ് ഉറക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം അത് സ്വീകാര്യമാകില്ല. ജീവിതം കൊണ്ട് അത് തെളിയിച്ചു കൊടുത്താൽ മാത്രമേ അത് ഉപകാരപ്രദമായി തീരുകയുള്ളൂ, ഫലപ്രദമായി തീരുകയുള്ളൂ. അപ്പസ്തോലിക ഔത്സുക്യം, മാർപ്പാപ്പ അതേപ്പറ്റിയാണ് പറയുന്നത്. സുവിശേഷ തീഷ്ണത ഒരിക്കലും ആർജിതമായ ഒരു ശൈലിയുടെ കേവലം ആവർത്തനമല്ല. നമ്മൾ പഠിച്ചു വെച്ച കാര്യം വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, മറിച്ച് ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി സുവിശേഷം ജീവിക്കുന്നു എന്ന സാക്ഷ്യമാണ് ഇന്നുണ്ടാകേണ്ടത്. 6-ാം പൗലോസ് മാർപ്പാപ്പ അത് പറഞ്ഞതാണ്. ഇന്ന് പ്രസംഗകരെ അല്ല ആവശ്യം, നമുക്കിന്ന് ആവശ്യം സാക്ഷികളെയാണ്, ജീവിക്കുന്നവരെയാണ്, സുവിശേഷം ജീവിക്കുന്നവരെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ നെഗറ്റീവായ കാര്യങ്ങളാണ് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. അവിടെ നമ്മൾ സുവിശേഷം ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ അവബോധത്തോടെ നമ്മുടെ കാലഘട്ടത്തെയും സംസ്കാരത്തെയും ഒരു വരദാനമായി നമുക്ക് നോക്കിക്കാണാൻ കഴിയണം. ഈ കാലഘട്ടത്തെ നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, വരദാനമാണ്. അവ നമ്മുടെ കാലഘട്ടമാണിത്. അവയെ സുവിശേഷവൽക്കരിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ദൂരെ നിന്ന് അവയെ വിധിക്കുക എന്നല്ല. ഒരു ബാൽക്കണിയിൽ നിന്ന് ഈശോയുടെ നാമം വിളിച്ചു പറയുക എന്നുമല്ല അതിൻ്റെ അർത്ഥം. മാർപ്പാപ്പ പറയുകയാണ്, പ്രത്യുത തെരുവീതികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സുരക്ഷിതമായി പള്ളിക്ക് അകത്തിരുന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഒരുവൻ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുക, നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രംഗങ്ങളിലേക്ക്. ഒരുവൻ ദുരിതം സഹിക്കുന്ന ഇടങ്ങളിൽ കൂടെ സന്ദർശിക്കുക. ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, ധ്യാനിക്കുന്ന ഇടങ്ങൾ സന്ദർശിക്കുക. അവരുടെ ജീവിതങ്ങളിൽ അർത്ഥമുള്ളവ മനുഷ്യർ പങ്കുവയ്ക്കുന്ന നാൽക്കവലകളിൽ വസിച്ചുകൊണ്ടായിരിക്കണം നാം സുവിശേഷം അറിയിക്കേണ്ടത്. അതിനർത്ഥം ഒരു സഭ എന്ന നിലയിൽ സംവാദം, കണ്ടുമുട്ടൽ, നേർക്കാഴ്ച, ഐക്യം എന്നിവയ്ക്കുള്ള ഒരു പുളിമാവായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും നമ്മുടെ വിശ്വാസ രൂപവൽക്കരണങ്ങൾ സംസ്കാരങ്ങൾക്കിടയിൽ, സമുദായങ്ങൾ, വിവിധ സാഹചര്യങ്ങൾ എന്നിവയ്ക്കിടയിൽ സംവാദത്തിൻ്റെയും കണ്ടുമുട്ടലിൻ്റെയും ഫലങ്ങളാണ് എന്ന കാര്യത്തിന് സംശയമില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സംവാദത്തെ നാം ഭയപ്പെടരുത് എന്ന് മാർപ്പാപ്പ പറയുന്നു. നേരെ മറിച്ച് കൃത്യമായും അത് ഏറ്റുമുട്ടലിൻ്റെയും വിമർശനത്തിൻ്റെയും ഫലമാണ്. ഇപ്പം സംസ്കാരത്തെ നമ്മൾ നെഗറ്റീവായി പറഞ്ഞ്, കുറ്റം പറഞ്ഞ് മാറി നിന്നത് കൊണ്ടായില്ല. അവിടെ നന്മ വിതരണമെങ്കിൽ യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്ന ആ മൂല്യങ്ങൾ, സത്യസന്ധമായ മൂല്യങ്ങൾ, അത് ജീവിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. മാർപ്പാപ്പ ഈ സന്ദേശമാണ് തൻ്റെ പ്രസംഗത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ നമുക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ വളരെ വ്യക്തമായി മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വ്യക്തിഗത വാദങ്ങളും അമിതമായ വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷത്തിൻ്റെ അതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടത് നന്നായി ജീവിച്ചുകൊണ്ട്, സൗഹൃദം പുലർത്തിക്കൊണ്ട്, സംവാദം നടത്തിക്കൊണ്ട് നന്മയിലേക്ക് വരണമെന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൽ. അതിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.